എന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ എന്നായിരുന്നു നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചറിയും. അന്നേ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി കൺസേൺസ് ഉണ്ടായിരുന്നു, എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത്. അന്നും ഞങ്ങളതാ പറഞ്ഞു, ഇന്നും ഞങ്ങളതാ പറയുന്നുള്ളൂ. യെസ്. ഹലോ മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ്സുകാർക്ക് നിങ്ങളെ എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട് മിനിമം മാർക്ക് എന്നുള്ളൊരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അത് ആദ്യം അറിയിച്ചത് ഞങ്ങളാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുമെന്ന് ഞങ്ങൾ അന്ന് വാക്ക് തന്നിരുന്നു. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാനും ഫസൽ സാർ ഇപ്പോൾ വന്നത്. അപ്പം ശ്രീമത് സാറേ, ഇതിന് മുന്നേ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന കുട്ടികളുണ്ട്, അവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഏകനെ കുറിച്ച് എത്തിക്കാം. അപ്പൊ ശ്രീമത് സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു ആ ഒരു സിസ്റ്റം എന്നുള്ളത് പഴയത്? അതെ, ആദ്യത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം നിങ്ങളെ പരീക്ഷ, ഒരു ഫിസിക്സ് പരീക്ഷ എന്ന് വിചാരിക്കും, 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ നിർബന്ധമായിട്ടും 12 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. 80 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ ഒരു 24 മാർക്ക് എഴുതി മേടിക്കണം. അതെ, എന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ എന്നായിരുന്നു നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചറിയിപ്പ്. യെസ്. ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷം എഴുതിയ മക്കളുടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വേറെ ഒരു സിമ്പിൾ സിസ്റ്റം ആയിരുന്നു. അത് പാസ്സാവാൻ എളുപ്പമാണ്. സി മാർക്ക് അടക്കം 30% മതി. ചില ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടല്ല എങ്ങനെയാന്നുള്ളത്. അതായത് ഇപ്പം സി മാർക്ക് അടക്കം ഫിസിക്സിന് എത്ര മാർക്ക്? 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 50 മാർക്ക് അടക്കം 50, 10 മാർക്ക് സി മാർക്ക്. അതെ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടായിരുന്നു വെച്ചാൽ അതിൽ 15 മാർക്ക് ടോട്ടൽ കിട്ടി കഴിഞ്ഞാൽ പാസ്സായി. ആകെ 15 മതി. ആകെ 15. അതായത് 5 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിയാൽ മതി. സി മാർക്ക് 10 ഉണ്ടെങ്കിൽ. അതെ. അപ്പൊ അത് സോഷ്യൽ സയൻസിന്റെ മാത്സിന്റെ കേസ് ആണെങ്കിൽ 100ലാണ് പരീക്ഷ. 80 + 20 സി മാർക്കും 80 പരീക്ഷയുടെ മാർക്ക്. അതിൽ 10 മാർക്ക് കൂടെ നേടി സി ഫുള്ള് ആണെങ്കിൽ 30 മാർക്ക് 100 കിട്ടി കഴിഞ്ഞാൽ പാസ്സാവും. അപ്പൊ ആ സിസ്റ്റം മാറ്റിയിട്ടാണ് 12 മാർക്ക് നിർബന്ധമായിട്ടും 40 മാർക്കിന് പരീക്ഷയിൽ എഴുതി മേടിക്കണമെന്നും 24 മാർക്ക് നിർബന്ധമായിട്ടും 80 മാർക്കിന് പരീക്ഷ എഴുതി മേടിക്കണം എന്നുള്ള നിയമം വന്നത്. അപ്പൊ അതിൽ ഇപ്പം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് പറയും ശ്രീമത് സാറേ, നിങ്ങളങ്ങ് പറയും. സംഭവത്തിലുള്ളൂ, നിങ്ങൾ ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർ, ഈ വർഷം 8ാം ക്ലാസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് 30% മാർക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അവർ പാസ്സാവുള്ളൂ. ഇനി ഇവർ അടുത്ത വർഷം 9ാം ക്ലാസ്സിലേക്ക് എത്തും. 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവിടെയും അവർക്ക് 30% മാർക്ക് നിർബന്ധമായിട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അവർ പാസ്സാവുള്ളൂ. അതിന്റെ അടുത്ത വർഷം, അതായത് 2027 അവർ 10ാം ക്ലാസ്സിലേക്ക് എത്തുക. ആ സമയത്ത് അവർ 30% മാർക്ക് ഓരോ സബ്ജക്റ്റിനും വാങ്ങിയാൽ മാത്രമേ ഉള്ളൂ അവർ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം ആ സിസ്റ്റം ഇല്ല എന്നാണ് അർത്ഥം. പഴയ സിസ്റ്റമാണ്. അതായത് സി മാർക്ക് അടക്കം 30% മാർക്ക് നേടിയാൽ മതി. അപ്പൊ നിങ്ങൾ ഹാപ്പി ആവാൻ ഇരിക്കട്ടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ ഇതുവരെ ആ സിസ്റ്റം ഫോളോ ചെയ്ത് വന്ന ആൾക്കാരല്ല, ഒരിക്കലല്ല, പഴയ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് ആ മാറ്റം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവില്ലേ? അപ്പൊ അത് ഒരുപാട് പേര് അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധ്യാപക സംഘടനകളടക്കം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് പഴയ സിസ്റ്റം തന്നെ മതി എന്ന് തീരുമാനിച്ചു ആര്യ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പൊ അതിന് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഉഴപ്പാനാണ് പരിപാടിയെങ്കിൽ പണിപാളും. ഓക്കെ, ആർമാദിക്കാൻ നിൽക്കണ്ട, ആഹ്ലാദിക്കാൻ നിൽക്കണ്ട. നമ്മളെ പണിയെടുത്ത് പോകണം. നമ്മുടെ ലക്ഷ്യം ഫുൾ A+ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം ഒഴിവാക്കി കരുതി എക്സാം ചിലപ്പോൾ ടഫാകും, വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആവും, അതുപോലെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫ് ആവും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ വന്ന് നമ്മൾ പെട്ടുപോകും. ഫുൾ A+ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഉഴപ്പാൻ പാടില്ല. അതെനിക്ക് പറയാനുള്ളൂ. ആരുണ്ട് കൂടെ? കൂടെ നമ്മളിപ്പോ കണ്ടന്റ് വീഡിയോസ് ആയിട്ടും അതുപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ടും ലൈവ് ആയിട്ടും വൺ ഷോട്ട് ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ ഇട്ടോണ്ടേ നിൽക്കുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 30% ആയാലും 50% ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ മാർക്കാണ് നമ്മൾ നോക്കേണ്ടത്. അന്നും ഞങ്ങളതാ പറഞ്ഞു, ഇന്നും ഞങ്ങളതാ പറയുന്നുള്ളൂ. ഏകന്റെ കൂടെ പിന്നെ നമുക്ക് പാസ് മാർക്കിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ, ഫുൾ മാർക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ, എളുപ്പമാണ്. അപ്പം ഇപ്പൊ ഒരു ന്യൂസ് മാറി വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. കാരണം അന്നേ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി കൺസേൺസ് ഉണ്ടായിരുന്നു, എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്താം. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.